വരുന്ന സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക ബട്ടൺസ് വരുന്നുണ്ട്, പിന്നെ എന്താ നമ്മുടെ ടിൽറ്റ്. ഓക്കെ, ഈ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. തോന്നുന്നത് ഒരു പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, എൻ്റെ ഫോണിൻ്റെ ആണോ എന്ന് അറിയില്ല. സ്റ്റിയറിംഗ് വീല് സം ടൈംസ് ചെറിയ ബഗ് അടിക്കുന്നുണ്ട്, ബഗ് അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതായത് തിരിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ എന്താ പറയുക ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീല് വർക്ക് ആവാത്ത പോലെ. ഓക്കെ, ആക്സിലേറ്ററും സ്റ്റിയറിംഗ് വീലും ഒരുമിച്ച് ചില സമയങ്ങളിൽ കിട്ടാത്ത പോലെ, പക്ഷെ അല്ലാത്ത സമയങ്ങളെല്ലാം ഓക്കെ ആണ്. മേ ബി എൻ്റെ ഫോണിൻ്റെ എന്തെങ്കിലും ബഗ് ആയിരിക്കുമെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ ഫേസ് ചെയ്തു കേട്ടോ. ഇനി നമ്മുടെ ഇവന് മ്യൂസിക്കിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ എടുത്ത് പറയാനായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഹോൺ തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ വെഹിക്കിൾസിന് ഹോണിന് കുറച്ച് അടിപൊളിയായിരിക്കും. മറ്റേ സാധനമല്ലേ പെപ്പര ആ സാധനമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഹോൺ നല്ല രസമുണ്ട്, ഹോണടികൾ കേൾക്കാൻ. നമ്മൾ വണ്ടി കൊണ്ട് പോകുന്ന സമയത്തൊക്കെ ഹോണടിയാണ്. അതുപോലെ തന്നെ നമ്മളടിയും കൊണ്ടുപോയിട്ട് ബ്ലോക്ക് ഉണ്ടാക്കിയാലും അവിടെ നല്ല രീതിയിലുള്ള ഹോണടികളുണ്ട്. അപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയാനുള്ളത് ഹോണടി തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഇവന് ക്യാമറ ആംഗിൾസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ആസ് യൂഷ്വൽ വരുന്ന എല്ലാ ക്യാമറ ആംഗിൾസും ഉണ്ട്. ഇൻ ക്യാം, ബാക്ക് ക്യാം, അതുപോലെ തന്നെ ഫ്രീ ലുക്ക്, നമ്മുടെ 360 ഡിഗ്രി സാധനം ഉണ്ടല്ലോ, അതൊക്കെ വരുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അതിലൊന്നും ഇഷ്യൂസും പരിപാടികളൊന്നും തന്നെ ഇല്ല. ആയിട്ടുള്ള നോർമൽ ട്രക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്ത്യൻ ട്രക്സ് ആണ് വരുന്നത്. നമ്മുടെ ഭാരത് ബെൻസ്, അതുപോലെ തന്നെ എന്താ പറയുക ഏഷ്യർ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ ട്രക്സിൻ്റെ എനിക്കൊന്നും ലൈലൻ 2 പരിപാടികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒന്നും എന്താ പറയുക ലൈസൻസ്ഡ് ആയിട്ടുള്ള ട്രക്കുകളല്ല. പക്ഷേ ഒറ്റ നോട്ടത്തിൽ സത്യം പറയാലോ ലൈസൻസ്ഡ് ആയിട്ടുള്ള വണ്ടികളായിട്ട് തന്നെ നമുക്ക് തോന്നുള്ളൂ. ഏഷ്യർ ആണെങ്കിലും ഭാരത് ബെൻസ് ആണെങ്കിലും സംഭവം ചാത്തനാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞ ഒരു സല്യൂട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആണെന്ന് പറയുള്ളൂ. ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് പേരും കാര്യങ്ങളിലൊക്കെ ഉള്ള മാറ്റങ്ങൾ, ലോഗോസിലുള്ള മാറ്റങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. നല്ല രീതിയിലുള്ള സിമിലാരിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗെയിമിന്റെ മാപ്പിന്റെ കാര്യത്തിലോട് വരികയാണെങ്കിൽ സംഭവം നമ്മുടെ കേരള മാപ്പ് അടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കേരള മാപ്പിലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കൊച്ചി, ട്രിവാൻഡ്രം. പക്ഷേ എന്താ പറയുക, എനിക്കൊന്ന് ബംഗാളീസ് മൊത്തം കേരളത്തിലായതുകൊണ്ടാണോ ഇനി കേരളം ബംഗാളിലോട്ട് മാറ്റുമെന്ന് അറിയില്ല. ഫ്ലെക്സ് ബോർഡുകളും പരിപാടികളൊക്കെ മൊത്തം ഹിന്ദിയാണ്. സംഭവം വേറെ ഒന്നുകൊണ്ടും അല്ല, നമ്മുടെ കേരളത്തിലുള്ള ഡെവലപ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കേരള എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തേനെ. പക്ഷേ ഇത് വേറെ ഡെവലപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഹിന്ദി എലമെന്റ്സ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ കേരള റൂട്ട് എടുക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു ബംഗാൾ റൂട്ട് എടുക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗെയിമിലുള്ള ബേസിക് ട്യൂട്ടോറിയൽ പരിപാടികളെല്ലാം നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഗെയിമിന്റെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലോട്ട് വരാം.